ഗ്യാസ് ഇല്ലാതെ വലഞ്ഞ് ഹോട്ടലുകൾ. പാചകവാതകം കിട്ടാക്കനിയായതോടെ ഭക്ഷണ വിഭവങ്ങൾക്കും വില കുത്തനെ വർദ്ധിച്ചു. സ്വകാര്യ കമ്പനികളുടെ ഗ്യാസുകൾക്ക് തീപ്പൊള്ളുന്ന വിലയാണ്. ഇതോടെ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഹോട്ടൽ മേഖല. സ്വകാര്യ കമ്പനിയുടെ 21 കിലോഗ്രാം വരുന്ന ഒരു സിലിണ്ടറിന് 1980 രൂപയിൽ നിന്നും 5370 രൂപയിലേക്കാണ് കൂടിയത്. 17 കിലോഗ്രാം വരുന്ന സിലിണ്ടറിന് 1700 രൂപയിൽ നിന്നും 4350 രൂപയായി. സർക്കാരിന്റെ സബ്സിഡി പാചകവാതകമാണെങ്കിൽ സുലഭവുമല്ല. 19 കിലോഗ്രാം വരുന്ന ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നിവയ്ക്ക് 2300 രൂപയായി. ഹോട്ടലുകളിൽ ഒരു ദിവസം 3 സിലിണ്ടറുകൾ എങ്കിലും വേണ്ടിവരും. ഇത് ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗ്യാസ് കിട്ടാതായതോടെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ടതായും വന്നു. തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ നിലവിൽ നഷ്ടത്തിലാണ് പോകുന്നതെന്ന് കൂത്തുപറമ്പിലെ ഹോട്ടലുടമ പറയുന്നു. നോർമലി കിട്ടുന്ന എഞ്ചിനും HP നമുക്ക് ലഭ്യമായിട്ട് സുലഭമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനീനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു നിലവിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് കമ്പനീനെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കട അടച്ചിടേണ്ടി വരും. ഇപ്പം ഈ 5370 രൂപയ്ക്ക് ഗ്യാസ് എടുത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ലോസിലാണ് ബിസിനസ് പോകുന്നത്. ഒരു വിധത്തിലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളോ ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വില വർധനവ് ഭക്ഷണവിലയെയും സാരമായി ബാധിക്കുന്നു. ചോറിനും ബിരിയാണിക്കും മീൻ വിഭവങ്ങൾക്കും വില കുത്തനെ കയറി. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ പൊറോട്ട, കല്ലുമ്മക്കായ, പഴംപൊരി പോലുള്ളവയ്ക്ക് 2 രൂപ വീതം വർദ്ധിച്ചു. ചായക്കും വില കൂടി. ഇത് വാങ്ങുന്നവരുടെയും കീശ കാലിയാക്കുകയാണ്. ഗ്യാസിന്റെ വിലയും പറഞ്ഞിട്ട് ഇവർ വലിയ പൈസ മേടിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ 13 റുപ്യക്ക് വിറ്റ് ഉള്ളിവടക്ക് ഇപ്പം 15 റുപ്യ. എല്ലാ സാധനത്തിനും 15 റുപ്യ 20 റുപ്യ ആക്കിയിട്ട് ഭയങ്കര പൈസ. ഒരു ഗ്യാസിന്റെ ടൈറ്റെല്ലാം പറയുന്നത്. വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നവർക്കും നഷ്ടക്കണക്ക് തന്നെയാണ് പറയാനുള്ളത്. ഇതിനിടയിൽ വിറകിനും വില ഉയരുകയാണ്. വിറകിന്റെ വില വർധനവ് ആശങ്കയിലാഴ്ത്തിയതായി ഒരു ഹോട്ടലുടമ പറയുന്നു. നമ്മളിപ്പോ ഗ്യാസ് വാങ്ങി, അടുപ്പ് വാങ്ങി. ചോറിന് മാത്രം ഇപ്പം അടുപ്പാണ് ഉപയോഗിക്കുന്നത്. കറി വെക്കാൻ മാത്രമേ ഗ്യാസ്. പക്ഷെ ഗ്യാസിന്റെ വില വർധന കാരണം ഇപ്പൊ നമ്മള് ചോറ് വെക്കുന്നത് അടുപ്പിലും കറി മാത്രം ഗ്യാസിലും. വില വർധനവുണ്ട്, പക്ഷെങ്കിൽ നമ്മളെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല അടുപ്പാക്കിയതുകൊണ്ട്. ഗ്യാസിന് ഇപ്പം സാധാരണ ഇല്ലെങ്കിലും ഡബിളായി. 1650 സ്റ്റാർട്ടിങ്. വിറകിന് ക്ഷാമമൊന്നുമില്ല. വിറക് കിട്ടാൻ പൈസ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. വിറവിനും പൈസ കൂടും. വില വർധനവ് കുത്തനെ കൂടിയാൽ ഭക്ഷണത്തിനായി ഹോട്ടലുകളെ ആശ്രയിക്കുന്നവരുടെയും ഹോട്ടൽ ഉടമകളുടെയും കീശ കീറുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സൈറ്റ്.